വിശദമായ വാർത്തയിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് വിഹിതത്തിന്റെ യഥാർത്ഥ കണക്ക് പുറത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് പ്രകാരം UDFന് ഇത്തവണ വലിയ നേട്ടമെന്നാണ് വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇപ്പോൾ UDFന് മേൽക്കൈ എന്ന് വേണം തന്നെ കരുതാൻ. നമ്മൾ കണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും UDFനെ സംബന്ധിച്ച് വലിയ നേട്ടം ഉണ്ടാക്കിയെന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും കോൺഗ്രസിന് വോട്ട് ശതമാനത്തിൽ വലിയൊരു വർധനവുണ്ടായെന്നാണ് പറയുന്നത്. 8 ജില്ലകളിൽ 30% മുകളിലാണ് അവരുടെ വോട്ട് വിഹിതം എന്നതാണ് പറയേണ്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് പ്രകാരം UDFന് വലിയ നേട്ടമുണ്ടാകുന്നു. ഇതിൽ കോൺഗ്രസ് 8 ജില്ലകളിൽ 30%-ലേറെ വോട്ട് നേടിയപ്പോൾ CPIMന് 2 ജില്ലകളിൽ മാത്രമാണ് ഈ നേട്ടം സ്വന്തമാക്കാനായത്. BJP ആകട്ടെ ഒരു ജില്ലയിൽ പോലും 30% വോട്ട് നേടിയില്ല. BJP 20%-ലേറെ വോട്ട് വിഹിതം സ്വന്തമാക്കിയ ഒരൊറ്റ ജില്ല മാത്രമാണ് ഉള്ളത്. അത് തലസ്ഥാനം ആണ്, അത് തിരുവനന്തപുരമാണ്. കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 50 സീറ്റ് നേടിയതാണ് BJPക്ക് വലിയ നേട്ടമുണ്ടായതെന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ CPIMന് 30%-ലേറെ വോട്ട് ലഭിച്ചത് കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ മാത്രമാണ്. കോൺഗ്രസിന് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 8 ജില്ലകളിൽ നേട്ടം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട മുതൽ അങ്ങനെ ഈ തൃശ്ശൂർ വരെ 8 ജില്ലകളിലാണ് കോൺഗ്രസ് ഈ വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ വടക്കൻ ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞുവെങ്കിൽ പോലും വോട്ട് വിഹിതം 30%-ലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അത് 30% കടന്നില്ലെന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ മലപ്പുറത്തടക്കം UDFന് വലിയ വിജയം നേടിയെങ്കിലും അവിടെ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. ആ രീതിയിൽ തന്നെയാണ് കണക്കുകൾ നോക്കുമ്പോഴും മനസ്സിലാകുന്നത്. മുസ്ലിം ലീഗിനാണ് വലിയ നേട്ടം ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ ആകെയുള്ള കണക്ക് നോക്കുമ്പോൾ ലീഗിന് ലഭിച്ചത് 9.77% വോട്ട് വിഹിതമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതെന്നതാണ് കാണേണ്ടത്. കൂടാതെ പൊതുവെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ CPIMന് കിട്ടിയത് 27.16%, BJPക്ക് 14.76%, മുസ്ലിം ലീഗിന് 9.77%, CPIക്ക് 5.58%. ആ രീതിയിലാണ് കണക്കുകൾ വരുന്നത്. ഇതിലേറ്റവും നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. 29%-ന് മുകളിലാണ് ആകെയുള്ള വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ കാണേണ്ടത്. അതിൽ തന്നെ 30%-ലേറെ നേടാനായത് 8 ജില്ലകളിൽ എന്നതാണത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്ന ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ രീതിയിലൊരു വോട്ട് വിഹിതത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഒരുക്കത്തിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണെന്നാണ് പറയേണ്ടത്. എന്തായാലും 2 ജില്ലകളിൽ മാത്രമാണ് CPIMന് നേട്ടമുണ്ടാക്കാനായി കഴിഞ്ഞത്. 30% മുകളിലേക്ക് എത്താനായി കഴിഞ്ഞതെന്നാണ് പറയേണ്ടത്. അത് പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണെന്നാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ആ രീതിയിൽ പോകുന്നു. അതേസമയം BJPക്ക് 30%-ന് മുകളിൽ നേട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തിരുവനന്തപുരം ജില്ലകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. 20%-ന് മുകളിലേക്ക് അവർക്ക് തങ്ങളുടെ വോട്ട് വിഹിതം എത്തിക്കാനായി കഴിഞ്ഞു എന്നത് BJP സംബന്ധിച്ച് വലിയ നേട്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. CPIM 27.16% ആകെ ലഭിച്ച വോട്ട് വിഹിതം എന്ന് പറയുന്നത്. BJPക്ക് 14.76%, ലീഗിന് 9.77%, CPIക്ക് 5.58% വോട്ട് വിഹിതമാണ് ലഭിച്ചത്. CPIയേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ ലീഗിന് കിട്ടിയെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ രീതിയിലാണ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ കാണുന്നത്. എന്തായാലും പൊതുവെയുള്ള ചിത്രം പ്രകാരം വലിയ നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് 29%-ന് മുകളിൽ വലിയ ഒരു മുന്നേറ്റം വോട്ട് വിഹിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് കാണുന്നത്. അതിൽ 8 ജില്ലകളിൽ 30%-ലേറെ വോട്ട് വിഹിതത്തിൽ 30%-ലേറെ വോട്ടുകൾ നേടാനായി കഴിഞ്ഞു എന്നതാണ് പറയേണ്ട കാര്യം. ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് വിഹിതത്തിന്റെ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഔദ്യോഗിക കണക്ക് പ്രകാരം UDFന് ഇത്തവണ വലിയ നേട്ടമെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത്. CPIMനടക്കം പല സ്ഥലങ്ങളിലും നേട്ടം സ്വന്തമാക്കാനായില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.